ഹലോ ഡിയേഴ്സ്, എക്സാമിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്മാർട്ട് പ്രിപ്പറേഷൻ ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ സ്മാർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു സീരിയസ് പ്രിപ്പറേഷൻ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പല സ്റ്റുഡൻസിനും സാധിക്കുന്നത് എക്സാമിൻ്റെ തൊട്ട് മുന്നേയുള്ള ആ ഒരു സീരിയസ് ആയിട്ടുള്ള പഠിത്തമാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ നോക്കൂ, ഫിസിക്സിന് ഒരു ഡേ ആണ്, ദെൻ ബയോളജിക്ക് ഒരു ദിവസമേ പഠിക്കാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഫിസിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ +2 ഫിസിക്സ് ടോപ്പിക്സ് തന്നെ വലിയ ഒരുപാടുണ്ട്, അതിൽ തന്നെ ഡെറിവേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്, പഠിക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ എല്ലാം കൂടി റിവൈസ് ചെയ്ത് നമുക്ക് എത്താൻ ഒരു ദിവസമൊക്കെ വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം SSLC മാർക്ക് പോലും അതിനകത്ത് അവർ എൻ്റർ ചെയ്യാതെ ഗ്രേഡിലോട്ട് മാറ്റിയതിൻ്റെ റീസൺ പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനാണ് വിദ്യാർത്ഥികൾക്കിടയിൽ എന്നുള്ളത്. പക്ഷേ +1 +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം നോക്കൂ, നിങ്ങൾ ഒരു ദിവസം ഫിസിക്സിനൊക്കെ കിട്ടുക എന്ന് പറയുമ്പം അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്, ബയോളജിക്കാണെങ്കിലും. അപ്പോൾ അതുമാത്രമല്ല, അവർ തുടങ്ങിക്കഴിഞ്ഞാൽ 3-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു 29th വരെ അവർക്ക് അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാമുകളാണ്. അപ്പം അതിനിടയ്ക്ക് പഠിക്കുന്ന സമയം ഒരു ദിവസമൊക്കെ എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ഷെഡ്യൂളിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളിപ്പം ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ, എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഒരുപാട് പേരിലോട്ട് എത്താൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ടീവ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനാണ് ഈ വീഡിയോ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പറഞ്ഞാലും കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അവർക്ക് മാർക്ക് വാങ്ങിക്കാനും, കാരണം പരീക്ഷ ഒന്നേ ഉള്ളൂ, പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ഭാവിയൊക്കെ ഈ 14 കൊല്ലം പഠിച്ചതിൻ്റെ റിസൾട്ട് ആ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങി വരികയാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് അനുസരിച്ചാണ് പിന്നീട് അവരുടെ കോഴ്സ് തിരഞ്ഞെടുക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയുക, കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ടൈം ടേബിൾ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനകത്തുള്ള റെസ്പോൺസ് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുവാൻ ശ്രമിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടിപൊളിയായി പഠിക്കണം, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ചങ്കുകൾക്കൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ ആളുകളെ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ. ഒപ്പം നിങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ പഠിക്കാനുള്ള ട്രിക്ക്, കോഡുകൾ, ഓർഗാനിക്കൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ കോഡുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഒക്കെ ഉണ്ട്. അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.